എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു പലഹാരം കുറച്ച് കൂടുതൽ ഉണ്ടാക്കി ഒരു പാത്രത്തിലിട്ട് വെക്കുകയാണെങ്കിൽ കുറേ ദിവസം നമുക്ക് കഴിക്കാൻ പറ്റും. ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ല. വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു മിക്സിംഗ് ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. അടുത്തതായി 2-3 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. 1 കപ്പ് മൈദയും 1 നുള്ള ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഈ ഇട്ടിരിക്കുന്ന മൈദയും ബേക്കിംഗ് പൗഡറും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കി ചേരുവകളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ചേരുവകളെല്ലാം കൂടെ ചേർത്ത് കുഴയ്ക്കുന്ന സമയത്ത് തന്നെ 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. ഞാൻ പഞ്ചസാര കുറച്ച് താമസിച്ചാണ് ചേർത്ത് കൊടുത്തത്. ഞാനിവിടെ ചെയ്യുന്നത് ഏകദേശം വെട്ടുകേക്ക് പോലെയുള്ള ഒരൈറ്റമാണ്. അതിൻ്റെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു രൂപമാണ് ഇത്. മാവ് ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ ലൂസാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ മൈദ ചേർത്ത് കുഴച്ചെടുക്കണം. ഞാനിതൊരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. പഞ്ചസാര പൊടിച്ചാണ് ചേർക്കുന്നതെങ്കിൽ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനി ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം മൈദയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തുമ്പോൾ ഒരുപാട് കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല. ഒരുവിധം കട്ടിയോടുകൂടി വേണം പരത്തിയെടുക്കാൻ. ഈ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ കട്ടി മനസ്സിലാകും. അതിനുശേഷം ഇത് ഷേപ്പ് ചെയ്തൊന്ന് മുറിച്ചെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മുറിച്ചെടുക്കാം. ചായക്കടയിലൊക്കെ ഉണ്ടാക്കുന്ന വെട്ടുകേക്കിൻ്റെ അത്രയും വലുപ്പത്തിലല്ല ഇത് മുറിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എണ്ണയിൽ വറക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്കിത് റെഡിയായിട്ട് കിട്ടും. ഇതിവിടെ ഒരുവിധം പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിനിയൊന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു കനത്തിലാണ് ഇത് മുറിച്ചെടുത്തിരിക്കുന്നത്. എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതുപോലെ മുറിച്ച് വെച്ചിരിക്കുന്ന പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് ഇട്ട് കൊടുക്കരുത്. ഇത് എണ്ണയിൽ വറുത്ത് വരുമ്പോഴേക്ക് ഒരു 3 ഇരട്ടി വലിപ്പം വയ്ക്കും. അത് നോക്കിയിട്ട് വേണം എണ്ണയിലേക്ക് വറക്കാൻ ഇട്ട് കൊടുക്കാൻ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇത് റെഡി ആയിട്ട് കിട്ടും. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും ആക്റ്റീവാക്കി ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.